പനമ്പള്ളി നഗറിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്ളാറ്റാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. RDSന്റെ അവന്യൂ 1 എന്നുള്ളൊരു ഫ്ളാറ്റാണ്. ഈ ഫ്ളാറ്റിന്റെ ഒരു ഭാഗമാണ്, പില്ലറാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ബ്ലോക്കിൽ മാത്രം 25ഓളം താമസക്കാരുണ്ട്. ഇവരോട് എന്തായാലും ഇവിടെ നിന്ന് മാറിപ്പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ അടക്കം ഉള്ള കൌൺസിലറും മറ്റ് വിദഗ്ധരും, ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഇവിടെ എത്തി പരിശോധന നടത്തി. അവർ പറയുന്നത് ഈ എന്താണ് ഇതിന്റെ ഒരു, എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷനിലുള്ള ഒരു അപാകതയായിട്ടാണ് ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന്റെ ഒരു പില്ലർ നമ്മളിപ്പോ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഈ പില്ലർ ഇടിയാനുള്ള കാരണം അതിന്റെ ഒരു അപാകതയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും കുറച്ചുകൂടി വിദഗ്ധ പരിശോധന ആവശ്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു ഫ്ളാറ്റിന് ഒരു അപാകത സംഭവിച്ചിട്ടും ഇവിടെയുള്ള താമസക്കാര് കൌൺസിലറെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ആരെയും തന്നെ അറിയിച്ചിരുന്നില്ല. ഇവർ സ്വയം ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അവർ സ്വയം ഒഴിഞ്ഞു പോകുന്നു. അതിനുവേണ്ടി ഈ സാധനങ്ങളൊക്കെ മാറ്റുന്നതിനു വേണ്ടി ആളുകളെ വിളിച്ചു വരുത്തുന്നു. ഇവിടെ എത്തിയ സാധനങ്ങൾ മാറ്റാൻ ഇവിടെ എത്തിയവരാണ് ഇത്തരത്തിലൊരു അപാകത കണ്ടെത്തുകയും പിന്നീട് കൌൺസിലറെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ വലിയൊരു ഇങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടാകുക, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും അധികൃതരെ അറിയിച്ചില്ല എന്നുള്ളൊരു കാര്യം ഈ താമസക്കാരിൽ നിന്നും ഉണ്ടാകുന്നു. ഈ അസോസിയേഷൻ അടക്കമുള്ളവർ ആരും തന്നെ ഇത് പുറത്തേക്ക് പറഞ്ഞില്ല എന്നുള്ളൊരു ഇറസ്പോൺസിബിലിറ്റി ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളടക്കം ഇവിടെ എത്തിയിട്ടും എന്താണ് സംഭവിച്ചതെന്ന് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഒന്നും പറയാൻ ഇവർ തയ്യാറായില്ല. പിന്നീട് കൌൺസിലർ ഇത് വിവരം അറിഞ്ഞെത്തി. കൌൺസിലർ ഇവിടെ എത്തി ഇവിടെയുള്ളവരുമായി സംസാരിക്കുകയും കോർപ്പറേഷനൊക്കെ ഇക്കാര്യം അറിയിച്ചതിന് ശേഷമാണ് ഈ പില്ലറിൽ ഈ ഇടിവ് വന്ന ഒരു കാര്യം അറിയുന്നത്. എന്തായാലും കൂടുതൽ കളക്ടർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരം നമ്മൾ കൌൺസിലറാണ് നിൽക്കുന്നത്, അഞ്ജന. നമുക്ക് കൌൺസിലറോട് തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. എന്തായാലും ഇപ്പൊ 20ലധികം ഉള്ള ആളുകൾ, താമസക്കാർ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അവരോട് അടിയന്തരമായി തന്നെ ഇവിടെ നിന്ന് മാറാൻ ഉള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായാൽ ജീവന് വരെ വലിയ രീതിയിൽ അപകടം ഉണ്ടാകുന്ന തരത്തിൽ തന്നെയാണ് ഈ പില്ലറിന്റെ പാളിച്ചകൾ വന്നിരിക്കുന്നത്.